നമസ്കാരം. ഓർഗാനിക് കേരളത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു മേഖലയാണ്. മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങളുടെ കുറേ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ഗപ്പി ചെയ്തു, ഫൈറ്റർ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓസ്കാറിനെ പറ്റിയാണ്. ഓസ്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുപോലെയുള്ള മീനല്ല, ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിനെ എങ്ങനെയാണ് പരിചരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു മീനാണ് കേട്ടോ. നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമ്മളിപ്പോൾ ഇന്ന് അതിനെപ്പറ്റി അറിയാൻ വന്നിരിക്കുന്നത് ആൻറ്റു ചേട്ടൻ്റെ വീട്ടിലാണ്. അതായത് ചാലക്കുടിക്ക് അടുത്താണ് ആൻറ്റി ചേട്ടൻ്റെ വീട്. പുള്ളിക്കൊരു കൗതുകം തോന്നിയൊരു മേഖലയാണിത്. ഓസ്കാറിനെ പോലെയുള്ള ഒരു മത്സ്യത്തെ വളർത്തുക, അതിനെ ബ്രീഡ് ചെയ്യുക. ഇപ്പോൾ അത് ഇന്ത്യയിൽ ഒട്ടാകെ പുള്ളി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം. എങ്ങനെയാണ് ഓസ്കാർ ഫിഷുകളെ നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്തെടുക്കുന്നത്, അതിനെ എങ്ങനെയാണ് പുള്ളി എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിനെ വളർത്തുന്ന രീതി എന്താണ്, അതിനെ അസുഖം വരുമ്പോൾ പരിചരിക്കുന്ന രീതി എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഗപ്പിയെയോ അല്ലെങ്കിൽ ഫൈറ്ററിനെയൊക്കെ ചെയ്യുന്ന പോലെയുള്ള അത്ര എളുപ്പകരമായിട്ട് ഒരു കാര്യമല്ല. അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയോട് തന്നെ ചോദിക്കാം. പുള്ളി ഇതിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. ഞാൻ വന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു പുള്ളിയോട്. പുള്ളിയുടെ അടുത്ത് കിട്ടുന്ന ഒരുപാട് പുള്ളി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആൻറ്റി ചേട്ടനെ പരിചയപ്പെടാം. അദ്ദേഹത്തിനോട് തന്നെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരിക. ഓർഗാനിക് കേരളം ശരിക്കും നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിൻ്റെ പുറത്താണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നമ്മുടെ വീഡിയോയുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഞാൻ ആൻറ്റി ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എന്തായാലും പുള്ളി ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് എന്താണ് ഇത് ചെയ്യുന്ന രീതി എന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ എങ്ങനെയാണ് ഈ ഓസ്കാറിനെ ബ്രീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളതിനെ പരിചരിക്കുന്നത് എന്നുള്ള രീതിയാണ് നമുക്ക് നമ്മളെ പ്രേക്ഷകരോട് അറിയിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ളൊരു കാര്യം എന്താണ്? വരാനുള്ള കാരണം എനിക്ക് ചെറുപ്പം മുതലേ ഒരു താല്പര്യം മീനോട് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചാൾ ഗൾഫിലായിരുന്നു, ഒരു 10 വർഷത്തോളം. അതിൽ മുൻപായിട്ട് ഇത് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓസ്കാറിലല്ല, മറ്റു മീനുകളിലായിരുന്നു. അതേതൊക്കെ മീനാണ്? ഗപ്പി, ഷോർട്ടെയിൽ, ഫൈറ്റർ, അങ്ങനെയുള്ള മീനുകളൊക്കെ പരീക്ഷിച്ചിരുന്നു. പോണതിന് മുൻപ് ചെറുതായിട്ട് ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അത് അങ്ങനെ കഴിഞ്ഞ് ഗൾഫ് ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു കൗതുകം തോന്നി. കുറച്ച് ടാങ്കുകൾ സെറ്റ് ചെയ്തു, കുറച്ച് ഗപ്പീനെ വെറൈറ്റി ഗപ്പികളെ ചെയ്തു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമുക്ക് ഇവിടെ ഈ ഗപ്പി ഐറ്റംസ് ഒക്കെ പുറമേന്ന് അത് ഇമ്പോർട്ട് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചെന്നൈയിൽ, തമിഴ്നാട് ബേസ് ചെയ്ത് കണ്ടമാനം പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ലോക്കലിലും പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഫീൽഡ് ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും അതിലുണ്ട്. ഒരുപാട് ആളുകൾ ആ ഫീൽഡിലുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് അന്വേഷിച്ചപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ വില കൂടിയത് മാർക്കറ്റ് ഉള്ളത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് ഓസ്കാറാണെന്ന് മനസ്സിലായി. അങ്ങനെ അതിനെ കുറച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പേരുകളെ സംഘടിപ്പിച്ചു. ഈ ഓസ്കാറിന്റെ പേരിനെ എവിടുന്ന കളക്ട് ചെയ്ത് ഇവിടെ ലോക്കൽ തന്നെയാണ്. പലരായിട്ട് ബന്ധപ്പെട്ട് ചിലവർ ചെയ്തിട്ട് അവർക്ക് സക്സസ് ആവാതും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പല പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അങ്ങനെ അവരെ നിന്ന് കുറച്ച് പേരുകളെ മേടിച്ച് നമ്മൾ പരീക്ഷിച്ചു. പഠിക്കാൻ എന്നുള്ള രീതിയിൽ പരീക്ഷിച്ച് അതിൽ കുറച്ച് നമ്മുടെ അറിവ് കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കി. അസുഖങ്ങൾ അല്ലെങ്കിൽ ഇവരെ ബ്രീഡ് ചെയ്യണ മെത്തേഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുറമേ നിന്ന് കിട്ടാതെ കുറച്ച് അറിവുകൾ അധികം കൂടെ കിട്ടി. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് പേരുകളെ, നല്ല കുഞ്ഞുങ്ങളെ വെച്ച് വളർത്തി നല്ല പേരുകളെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കേരളത്തിൽ ഇപ്പോൾ ഈ ഓസ്കാർ ബ്രീഡേഴ്സ് അത്യാവശ്യം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലെ ഗപ്പി ബ്രീഡേഴ്സ് ഒക്കെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അത്യാവശ്യം ബ്രീഡേഴ്സ് ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. അതുപോലെ ഓസ്കാർ ബ്രീഡേഴ്സ് ഉണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. അതിന്റെ പ്രധാന കാരണം ഇതിലുള്ള ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്യാനായിട്ട് നല്ല കെയർ കൊടുക്കണം. പിന്നെ ഒരുപാട് എന്താ പറയുക, സാങ്കേതിക യാന്ത്രികമായ സപ്പോർട്ടുകളൊക്കെ വേണം. അതായത് ഇതിൽ വലിയൊരു ഫിഷ് ആയതുകൊണ്ട് തന്നെ അതായതുകൊണ്ടും പിന്നെ ഇവർക്ക് എയർ, ഓക്സിജൻ നിർബന്ധമാണ്. ഇപ്പൊ ഗപ്പിക്ക് ഓക്സിജൻ നിർബന്ധമില്ല. അവർ ഓപ്പൺ എയറിൽ നിന്ന് എയർ എടുത്ത് അവർ ജീവിക്കും. പക്ഷെ ഇവർക്ക് വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ മാത്രമേ അവർ എടുക്കുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഓക്സിജൻ, അതായത് എയർ പമ്പുകൾ ഇതിൽ ഓഫ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ വെച്ച് കറണ്ട് എപ്പോൾ വേണമെങ്കിലും വരാൻ പോവാം. അങ്ങനെയുള്ളതുകൊണ്ട് നമുക്കൊരു 24 hour എങ്കിലും ബാറ്ററി ബാക്കപ്പ് വേണം. എയർ നല്ല രീതിയിൽ, നല്ല ബ്ലോവർ, ഹൈ ബ്ലോവറുകൾ വെച്ചിട്ട് എയർ അടിച്ചുകൊണ്ടിരിക്കണം.
അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻവെർട്ടറും ബാറ്ററി ബാക്കപ്പും വേണം. ഇനിയിപ്പോൾ കേരളത്തിന്റെ അവസ്ഥ വെച്ച് 4 ദിവസം കണ്ടിന്യൂ കറണ്ടില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കവർ ചെയ്യാൻ ജനറേറ്റർ അടക്കം ഉള്ള സംവിധാനങ്ങളായിട്ട് വേണം സെറ്റ് ചെയ്യണം. അത്തരം സംവിധാനത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് ഇവനെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഓക്സിജൻ ഇല്ലാണ്ടൊക്കെ നിൽക്കേണ്ടി വന്നാൽ പ്രശ്നമാണ്. അതിന് ഒരു പ്രധാന കാരണം നമ്മളൊരു ചെറിയ ടാങ്കിൽ ബ്രീഡേഴ്സ് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു 6-4 ഒരു ടാങ്കിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നത് ഓവർ സ്റ്റോക്ക് ആയിരിക്കും. ഒരു അതിൽ ഇടണ പരിധി വിട്ടിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കും ഇടുക. 1000, 1500, 2000 ഒക്കെ വരെ നമ്മൾ അതിനെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുമ്പോൾ വെള്ളം അത്ര ക്ലിയർ ആക്കി നിർത്തും. അതേമാതിരി മാക്സിമം 4-5 ഒക്കെ എയർ സ്റ്റോൺ ഇട്ട് എയർ അടിച്ചുകൊണ്ടിരിക്കും. അതിൽ എയർ കുറവ് വന്നാൽ ഇത്രയും മീനുള്ള ഓക്സിജൻ ഒരിക്കലും വെള്ളത്തിൽ അരമണിക്കൂറിൽ കൂടുതൽ നിൽക്കില്ല. അത്ര സമയം കൊണ്ട് അവർ ഓക്സിജൻ കിട്ടാണ്ട് മുകളിൽ വന്ന് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തുടിച്ചു തുടങ്ങിയ മീൻ അധികം വയ്യാണ്ട് അവർ. ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്താണ്? അതായത് ഓസ്കർ ശരിക്കും എവിടെയാണ്, ഇതിന്റെ ഒറിജിൻ എവിടെയാണ്? ഇവിടെ നമ്മൾ നമ്മുടെ അറിവ് വെച്ചിട്ട് ഇത് വിദേശിയാണ്. ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റ് അല്ല, അമേരിക്കൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഓസ്കാർ. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെത്തിയെങ്കിലും മറ്റുള്ള പല സ്റ്റേറ്റുകളിലും ഇതിന്റെ ബ്രീഡിങ് ചെയ്യാനായിട്ട് അവർക്ക് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റുകളിൽ. അതിൻ്റെ ഒരു പ്രധാന കാരണം വെള്ളമാണ്. ഈ ഓസ്കാറിന് നല്ല ശുദ്ധജലം ആയിരിക്കണം. അതിലും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഓസ്കാർ ബ്രീഡിങ് സുഗമമായിട്ട് നടക്കണില്ല. അതിൻ്റെ ഏറ്റവും നന്നായിട്ട് നടക്കണത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കിട്ടണത് ചാലക്കുടി പുഴയുടെ ചുറ്റുവട്ടത്ത് മാത്രം. അതാണ് നമ്മൾ ചോദിച്ചത്. എന്താണ് ഈ ചാലക്കുടിക്കും ഈ ഓസ്കാറും തമ്മിൽ എന്താണ് ബന്ധം? ഈ ചാലക്കുടി പുഴ എന്നുള്ള വെള്ളമാണ് സ്വാഭാവികമായിട്ട് ഇവിടെ കിണറുകളിലൊക്കെ നമുക്ക് കരുവായിട്ട് വരുന്നത്. ഈ പാടത്തുനിന്നായാലും അല്ലെങ്കിൽ തോടുകളിൽ നിന്നൊക്കെ ഉള്ളത് ചാലക്കുടി പുഴ ലിങ്ക് ആയിട്ടുള്ളതാണ്. ആ പുഴയിലെ വെള്ളം ഈ ഓസ്കാറിൻ്റെ എൻ്റെ ലൈഫിന്, അല്ലെങ്കിൽ അതിൻ്റെ കളറിന്, അതിൻ്റെ ഹെൽത്തിന് ഏറ്റവും അനുകൂലമായ ഒരു വെള്ളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓസ്കാർ ബ്രീഡേഴ്സ് അതെ തീർച്ചയായും ഇവിടെ തന്നെയാണ് ഫേമസ് ബ്രീഡേഴ്സ് ഉള്ളത്. ചാലക്കുടിയുടെ പരിസരങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം ഞാൻ പറയട്ടെ. അതായത് ഇപ്പോൾ നിങ്ങൾ ചാലക്കുടിയിൽ ഇതിനെ ബ്രീഡ് ചെയ്യും, ഇതിനെ കാസർഗോഡുള്ള ഒരു തന്നെ കൊണ്ടുപോവുക, അവൻ അവിടെ അങ്ങനെ ഇതിനെ ചെയ്യുമ്പോൾ അവന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ലേ ഈ ഒരു സാധനം? അവന് വളർത്താൻ കുഴപ്പമില്ല, മീനെ വളർത്താൻ പറ്റും. പക്ഷെ ബ്രീഡ് ചെയ്യുമ്പോൾ മീന് ആവശ്യമുള്ള എല്ലാം ഈ വെള്ളത്തിൽ കൂടെയും അതിന്റെ തീറ്റ കൂടെയാണ് കിട്ടുന്നത്. വെള്ളത്തിൽ കൂടെ കിട്ടേണ്ടത്, തീറ്റ കൂടെ നമുക്ക് റെഡിമെയ്ഡ് മേടിച്ച് കൊടുക്കാമെങ്കിലും വെള്ളത്തിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങൾ അത് അവിടെ കിട്ടാണ്ട് വരും. അപ്പോൾ ഇവർക്ക് ബ്രീഡ് ആവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ബ്രീഡ് ചെയ്ത് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി കുറവുണ്ടാവും. കളർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ അലങ്കാര മത്സ്യത്തിൽ, അതിൻ്റെ കളറ്. ആ കളർ ഒരിക്കലും പുറത്തുള്ള ജില്ലകളിൽ കിട്ടണില്ല, ഈ കളർ കിട്ടണില്ല. പിന്നെ അതിൻ്റെ ഓസ്കാറിൻ്റെ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് മുതലുള്ള ഓസ്കാറിൻ്റെ മെയിൻ തീറ്റ എന്ന് പറയുന്നത് ചെമ്മീനാണ്. ചെമ്മീൻ്റെ ചെറിയ തെള്ളി ചെമ്മീൻ എന്ന് പറയുന്ന സൈസാണ് ഇവരെ ഒരു കോമൺ തീറ്റ. അതിൽ ഈ ചാലക്കുടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭ്യതയുണ്ട്. ഇവിടെ കൃഷ്ണൻകോട്ട, തിരുത്തിപ്പുറം ആ സ്ഥലങ്ങളിലൊക്കെ ചെമ്മീൻ കിട്ടാൻ, യഥേഷ്ടം കിട്ടാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് അല്ലേ? ഇവിടെ എത്ര ഇനം ഓസ്കാറിനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ സാധാരണ 4 തരം വെറൈറ്റികളാണ് ഉള്ളത്. അത് 4 ഇനങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ശരിക്കുള്ളത് 4 ഇനാണ്. അത് 4ഉം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഫയർ റെഡ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. രണ്ടാമത്തെ ഒരു കോപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ആൽബിനോ, ടൈഗർ. ടൈഗറിനെ ചിലവർ ബ്ലാക്ക് ഓസ്കാർ എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ 4 ഇനമാണ് കാണപ്പെടുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഈ ചേട്ടന്റെ ഈ ഓസ്കാറുകളുണ്ടല്ലോ, ഈ 4 ഇനം, അത് ഏതാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതാണ് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. ഓക്കെ അനുചേട്ടാ, നമ്മള് ഏതാണ് ആദ്യം പരിചയപ്പെടാൻ പോണത്? ഏതാണ്? ഫയർ റെഡ് എന്ന് പറഞ്ഞ ഓസ്കാർ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫയർ റെഡ്. ഈ ഫയർ റെഡിനെ എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെയാണ് അതിന്റെ കളറിൽ തന്നെയാണ്, നല്ല സൈഡിൽ നല്ല ചുവപ്പ് കളറും പിന്നെ തലയുടെ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റിഷ് ആയിരിക്കും. ഇതെന്താ ജോഡി വില? അതായത് പെയറുകളാണ്, 2 പെയറുണ്ട് ഇതില് നമ്മൾ സീസൺ കഴിഞ്ഞതിന്റെ ബേസ് ചെയ്തിട്ട് ടാങ്കുകൾ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഇവരെ പെയർ ഒരുമിച്ചായിട്ട് ഇട്ടേണ്ടതാണ്. അതിനുശേഷം വീണ്ടും പെയർ ടാങ്കുകളിലേക്ക് തിരിച്ചു പോകും. ജോഡി 3000 മുതൽ 5000 രൂപ വരെ സാധാരണ പറയും. എങ്കിലും ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. എന്നിരുന്നാലും നല്ല നമ്പർ 1 ക്വാളിറ്റിനെ ഒന്നും ഒരു ബ്രീഡേഴ്സും
കൊടുക്കില്ല, കൊടുക്കാൻ പറ്റില്ല. അത് ഈ 5000 കിട്ടിയാലും 50,000 കിട്ടിയാലും അത് നഷ്ടമാണ് അവന്. ഇനി നമുക്ക് കോപ്പറും ടൈഗറിനെയും പരിചയപ്പെടാം. ടൈഗറും ഈ കാണുന്ന റെഡും ബ്ലാക്ക് ആയിട്ടുള്ളത് കോപ്പർ അല്ലേ? രണ്ടും ബ്ലാക്ക് വൈറ്റിലെ കോപ്പർ രണ്ടും ഒരേ ഇതാണോ? രണ്ട് ടൈപ്പാണ്. അതിൽ ബ്ലാക്കിൽ സൈഡ് മുഴുവൻ റെഡ് ആയിട്ടുള്ളത് കോപ്പറും, ബ്ലാക്കിൽ ചുമന്ന വരകളോട് കൂടിയ ബോഡി ഉള്ളത് ടൈഗറും. അല്ല, ഇവര് തമ്മിൽ തന്നെയാണോ ക്രോസ് ചെയ്യിക്കാറ്? അല്ലല്ല, ടൈഗറും തമ്മിലായിരിക്കും, കോപ്പർ തമ്മിലും മിക്സിങ് ചെയ്യാറില്ല. ഇതിന് എന്താ പെയർ റേറ്റ് വരുന്നത്? പെയർ റേറ്റ് എല്ലാം സെയിം തന്നെയാണ്, 3000 തൊട്ട് 5000 വരെയാണ് പറയാ. എങ്കിലും സാധാരണ ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ നല്ല പെയറുകളായിട്ട് അവർ കൊടുക്കാൻ പറ്റില്ല. കാരണം 5000 കിട്ടിയാലും 50,000 കിട്ടിയാലും അവനെ സംബന്ധിച്ചത് നഷ്ടമാണ്. നല്ലൊരു പെയർ മാർക്കറ്റ് എല്ലാത്തിനും ഉണ്ട്. എങ്കിലും കൂടുതൽ എൻക്വയറി എണ്ണത്തിൽ വരുമ്പോൾ ഫയർ റെഡിനായിരിക്കും എപ്പോഴും കൂടുതൽ എൻക്വയറി ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലെ ഫയർ റെഡും ആൽബിനും കൂടി കിടക്കുന്ന ഒരു ടാങ്കാണിത്. അത് ക്രോസ് ആവില്ല, ആക്കില്ല. അതിന് മുന്നേ നമ്മളതിനെ കണ്ടാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യും. അതിന്റെ ഒരു ടൈം വരെ നമുക്ക് ഒരുമിച്ച് വളർത്താൻ വേണ്ടിയിട്ടാണ് വലിയ ടാങ്കുകൾ നമ്മൾ ഇടേണ്ടതാണ്. അത് ഇപ്പൊ ഫയർ റെഡും ആൽബിനും ക്രോസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ പകുതി ആൽബിനും പകുതി ഫയർ റെഡ് ആയിരിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ആൽബിനോന് കുറച്ചും കൂടി കളർ കൂടുള്ളൂ, ക്വാളിറ്റി കൂടി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരെ നമുക്ക് മിക്സ് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും നമ്മളത് ചെയ്യാറില്ല. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കാരണം കൊണ്ട് നമ്മളത് ചെയ്യേണ്ടി വരാറില്ല. ഓക്കെ, നമുക്കത് നോക്കാം. ഇതാണല്ലേ ഇതിന് ഫയർ റെഡ് ആണല്ലോ കൂടുതലായിട്ട് കാണുന്നത്? കൂടുതൽ ഫയർ റെഡ് ആണ്. അതിന്റെ കാരണം ഫയർ റെഡ് ആണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞില്ല, എൻക്വയറി കൂടുതലുള്ള ഫയർ റെഡിന്റെ കുഞ്ഞുങ്ങൾ കാണുന്നതിൽ കൂടുതൽ വൈറ്റും റെഡ് ലയൻ ബോഡിയിലായിട്ട് വരുന്നതാണ് ആൽബിനോ. ഈ കാണുന്നത് ആൽബിനോ ആണ് ഇതല്ലേ? സെന്റർ കാണുന്നത് ഫ്രണ്ട് നോക്കിയാൽ അത് വൈറ്റ് ഈ നിൽക്കണല്ലേ? അത് നിൽക്കണതും ആൽബിനോ മുഴുവൻ വൈറ്റ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അതെ ചേട്ടാ, നമ്മളെ ഇവയെ വളർത്തുന്ന രീതി എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഓസ്കാറിനെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവരെ മാറ്റണല്ലോ. ഇവരിപ്പോൾ ഒരു വിദേശ ഇതാണല്ലോ. അപ്പോൾ ഇവർ ഇത്രയും വലിപ്പമുള്ള ഇതായതുകൊണ്ട് അവരെ കൂടിന് അതിനനുസരിച്ചുള്ള വ്യാസം വേണ്ടി വരും, വലിപ്പം വേണ്ടി വരും. പിന്നെ അവർക്ക് വെള്ളം എങ്ങനെ വെക്കണം എന്നുള്ളത് ഇതെല്ലാം ഉണ്ടായിരിക്കും. എന്താണ് അതിന് ആ ഒരു രീതി എങ്ങനെയാണ്? നമ്മൾ ഇവർ വിദേശിയാണെങ്കിലും ഇപ്പം നമ്മൾ നിലവിൽ വാങ്ങണത് ഇവിടെ ഇന്ത്യൻ നാട്ടിലുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ബ്രീഡിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതിനെയാണ് നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്രീഡേഴ്സ് എന്നുള്ള രീതിയിൽ ഏത് ബ്രീഡർമാരായാലും നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് എവിടെയൊക്കെ ഉണ്ടോ അത് അന്വേഷിച്ച് അവിടെ നിന്ന് അത് കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ആവണമെന്നില്ല, പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ മേടിച്ച മീനിൻ്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും വലുതിനല്ല നമ്മൾ ബ്രീഡേഴ്സ് എപ്പോഴും സെലക്ട് ചെയ്യുക, ചെറിയവരെയാണ് സെലക്ട് ചെയ്യുക. അത് ചിലപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു ബാച്ചിനെ ചെയ്തെടുത്തത് എൻ്റെ തന്നെ ഉണ്ടായ ഒരു കുറച്ച് പെയറുകളുടെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ ഒരു 150 എണ്ണത്തിന് സെലക്ട് ചെയ്തു. അതിനെ 1 ഇഞ്ച് സൈസിലുള്ളവരെ സെലക്ട് ചെയ്തിട്ട് 4 ഇഞ്ചാക്കി. ഏകദേശം ഒരു 4 ഇഞ്ച് ഈ സൈസ് വരെ നമ്മൾ വളർത്തിയെടുത്തു. ആ വളർത്തിയെടുത്തതിൽ അത് അത്ര വലുതാവുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളവരെ സെലക്ട് ചെയ്യും. അതിൽ അവരെ എന്താ പറയുക സൈസ്, ആകൃതി, പിന്നെ അവരെ കളറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരെ കാണുമ്പോൾ ഉള്ളൊരു ഷോ, അതൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനൊരു 50-60 അവളായിട്ട് വീണ്ടും കുറച്ചു. ബാക്കിയുള്ളവരെ നമ്മളത് പുറത്ത് കൊടുത്തു. ഈ 60-നെ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് വീണ്ടും വളർത്തുമ്പോൾ അവരെ നല്ല വെള്ളം, ആവശ്യമായ എയർ, നല്ല ഭക്ഷണം, അങ്ങനെ കാര്യങ്ങൾ കൊടുത്തവരെ നമ്മൾ വലുതാക്കി. ഏകദേശം ഒരു 1-1.5 വർഷത്തിനുള്ളിൽ ആണ് അവർ ഒരു ബ്രീഡ് ചെയ്യേണ്ട ഒരു പരിപാടി കിട്ടണത്. ഏകദേശം ഒരു കുഞ്ഞ് വിരിഞ്ഞാൽ അതിന് ഏകദേശം 1.5 വയസ്സിൻ്റെ അടുത്തോളം എത്തുമ്പോഴാണ് അത് നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ബ്രീഡ് ചെയ്ത് കിട്ടണത്. അത് പൊട്ടിയിട്ട് കിട്ടണം. അല്ല, സമയം എടുക്കും. അങ്ങനെ ആവണതല്ല. ഇവർക്ക് 1 വർഷം മുതൽ 1.5 വർഷം വരെയൊക്കെ ടൈം സാധാരണ എടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് അതിലെ പെയറുകൾ ആയി കിട്ടും. നമ്മൾ ആ പെയറുകളിൽ ഏറ്റവും നല്ല കൂടുതൽ മുട്ടയിടുന്നത്, നല്ലോണം വിരിഞ്ഞ് കിട്ടണത്, വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി ഉള്ളത്, ഹെൽത്തി ഉള്ള പെയറുകളെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ വെളിയിൽ കൊടുക്കും. നമ്മളൊരു കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ ഇപ്പോൾ 1 ഇഞ്ചിൽ അല്ലെങ്കിൽ നമ്മളതിനെ 1 ഇഞ്ച് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകൾ ഒരു 5, 3, 5, 4 അങ്ങനെ അധികം വലുപ്പമില്ലാത്ത ടാങ്കുകൾ മതി. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും അവരെ ഫുഡ് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെയുള്ള സൗകര്യാർത്ഥം ചെറിയ ടാങ്കുകളാണ് ചെയ്യുക. അതേസമയം അവർ കുറച്ച് വലുതായി 4 ഇഞ്ചിൽ നിന്ന് ഇപ്പോൾ 4 ഇഞ്ച് ആക്കണമെങ്കിൽ 1 നിന്ന് 4 ഇഞ്ച് ആക്കണമെങ്കിൽ അതിൻ്റെ ടാങ്ക് സൈസ് ഇരട്ടിയിലധികം വേണം. കാരണം അവർ മീൻ വലുതാവുമ്പോൾ അതനുസരിച്ച് വ്യാസം കൂടണം, എന്നാലാണ് അവർക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ചീത്തയാവും, അവർക്ക് ഓക്സിജൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ വരും, അമോണിയരെ അടിച്ച് അങ്ങനെ അവർ ചാവാനൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും 1 ഇഞ്ച് വരെ ചെറിയ ടാങ്കുകളും 1 ഇഞ്ചിന് ശേഷമുള്ള ടൈമിൽ അവരുടെ എണ്ണ അനുസരിച്ച് ഉള്ള വലുപ്പത്തിലുള്ള ടാങ്കുകളും വേണം. എയറേഷൻ 24 ഹവറും വേണം അവർക്ക്. അത് നിർബന്ധമാണ്. കാരണം നമ്മൾ കുറച്ച് സ്ഥലത്താണ് കൂടുതൽ മീനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ താഴെ കാണുന്ന ടാങ്കിലാണെങ്കിൽ ഏകദേശം ഒരു 1000-ൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ കാണും. ഇപ്പം ഇതിൽ അല്ലാത്ത രീതിയിൽ പെയറില്ലാത്ത രീതിയിലാണെങ്കിൽ ഒരു 50 കുഞ്ഞ് ഇതിലിട്ടാൽ നല്ല ക്ലീൻ വെള്ളമായിരിക്കും, അവർക്ക് ഓക്സിജൻ ആ വെള്ളത്തിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ നമ്മൾ 200, 300, 500, 1000 കുഞ്ഞുങ്ങളെ ഈ ചെറിയ ടാങ്കുകളിൽ ഇടുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ അതിലുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം എയർ പമ്പ് വെച്ച് അതിലേക്ക് ഓക്സിജൻ അടിച്ചുകൊണ്ടിരിക്കും. ഇത്രയും വലിയ മീനായതുകൊണ്ട് അപ്പോൾ അതിന് ഒരുപാട് വേസ്റ്റ് വരും. അപ്പോൾ ഇതിലിപ്പോൾ അമോണിയ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പ്രശ്നം വരും. പിന്നെ എപ്പോഴും എയറേഷൻ കൊടുക്കുന്നുണ്ട്, ഒരു കണക്കിന് വെള്ളം ഏത് സമയത്ത് ഫ്രഷ് ആയിട്ടിരിക്കും. എന്നാൽ പോലും ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റണമല്ലോ, ഇതിനെ ഭയങ്കര വൃത്തിയോടെ സൂക്ഷിക്കേണ്ട. അല്ലെങ്കിൽ ഈ ചെമ്മീനൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മണവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ടാങ്ക് എങ്ങനെ വൃത്തിയാക്കുന്നത്? നമ്മൾ എല്ലാ ദിവസവും രാവിലെയാണ് ടാങ്ക് ക്ലീൻ ആക്കാനുള്ള സമയം. എല്ലാ ദിവസവും ചെയ്യും, മുടക്കാൻ പാടില്ല. അതിൻ്റെ കാരണം ഇവർക്ക് അന്ന് കൊടുക്കണ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇവരെ കാഷ്ടം അങ്ങനെയായിട്ട് വെള്ളത്തിൽ എപ്പോഴും അഴുക്കുണ്ടാവും. ഒരു രാവിലെ ക്ലീൻ ചെയ്താൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ അംശം തുടങ്ങും. വൈകുന്നേരത്തെ ഫുഡിന് ശേഷം രാവിലെ ആകുമ്പോഴേക്കും നല്ലോണം വേസ്റ്റായി ഉണ്ടാവും. അപ്പോൾ അതിനെ ആദ്യം നേരെ അതിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങളും അതുമാതിരി ചാവാനുള്ള ടെൻഡൻസി അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ആദ്യം ഞങ്ങൾ ചെയ്യണത്, ഇപ്പോൾ ഈ ടാങ്കുകളിൽ നമുക്ക് കാണാൻ വേസ്റ്റ് കിടക്കുന്നത് കാണാൻ പറ്റും. അതിനെ ഈ കിടക്കണ പോലുള്ള ട്യൂബുകൾ കൊണ്ട് പൈപ്പുകൾ കൊണ്ട് നമ്മളതിനെ വലിച്ചു കളയും. ഇപ്പം ഈ കാണുന്ന പൈപ്പ് പോലുള്ള അല്ലേ, ഈ താഴെ കാണുന്ന പൈപ്പ് പോലുള്ള 1 ഇഞ്ച് 3/4 ഇഞ്ചുള്ള പൈപ്പുകൾ കൊണ്ട് നമ്മൾ വേസ്റ്റ് ആദ്യം വലിച്ചു കളയും. അത് കാരണം ഇത് ഓപ്പൺ ചെയ്യണോ ഇതിൻ്റെ ഇതിലൂടെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? അല്ല, ആദ്യം ഇതുപോലെയുള്ള ഈ പച്ച പൈപ്പ്, താഴെ കാണുന്ന പച്ച പൈപ്പ് കൊണ്ട് നമ്മൾ ആദ്യം വേസ്റ്റിനെ വലിച്ചു കളയും. കാണണ കൂടുതലുള്ള വേസ്റ്റിനെ വലിച്ചു കളയും. അതിനുശേഷം ഈ ഇവിടെ കാണുന്ന ഡ്രൈനേജ് ഹോസ് കാണാം, 2 ഇഞ്ചിൻ്റെ ഡ്രൈനേജ് ഹോസ്. അത് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം, വേസ്റ്റ് അടക്കമുള്ള കലങ്ങിയിട്ടുള്ള വേസ്റ്റ് അടക്കമുള്ള വെള്ളം അവിടേക്ക് വരും. നേരെ ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോയിക്കോളും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് പതുക്കെ ബ്രഷ് ചെയ്ത് ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്തേക്ക് വരാത്ത വേസ്റ്റിനെ എത്തിക്കും. ഇതിലൊക്കെ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ 95% ഞങ്ങൾ ഡ്രെയിൻ ചെയ്യും. ഡ്രെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് വെള്ളം അടിക്കും. അത് ഇവിടെ ഞങ്ങൾ ചെയ്യണത് കിണറിൽ നിന്ന് ഡയറക്റ്റാണ് അടിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചാലക്കുടിയിലെ പ്രത്യേകിച്ചും ഇപ്പം ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം ക്വാളിറ്റി ഉള്ളതുകൊണ്ടും അതിൻ്റെ pH വലിയ വേരിയേഷൻ വരാത്തതുകൊണ്ടും ആ വെള്ളം ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. നമുക്ക് സാധാരണ രീതിയിൽ ഒരു 6 to 7 അതിൻ്റെ ഇടയിൽ മതി. ഓർണമെൻ്റൽ ഫിഷിന് ഏകദേശം അത് മതി. അതിൽ കൂടുതൽ pH കയറി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്തെ വെള്ളത്തിന് pH കുറവാണെങ്കിൽ അത് ചാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ 6 to 7 ഉള്ളിൽ അതിനെ നിർത്തും pH എപ്പോഴും. നോർമൽ അതിപ്പോൾ ഞാൻ പലതവണ ചെക്ക് ചെയ്ത് നോക്കി, നമുക്ക് ആ റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വെള്ളം ചെക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് വെള്ളം കാണുമ്പോൾ അറിയാം ഇത് ഇത്ര pH ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൽ കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഡ്രൈനേജിന് വേണ്ടി ടാങ്കിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്താണ്. ആ പൈപ്പിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു ഫിൽറ്ററാണത്. ഒരു ഫിൽറ്റർ പോലെ വെച്ചതാണ്. നമ്മുടെ നമ്മുടെ എന്താ പറയുക, പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളിൽ കിട്ടും. അതിൻ്റെ ബാസ്ക്കറ്റ് അടക്കമുള്ളത് കിട്ടും. ഇതിൽ ഇപ്പോൾ ഒരു 1 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ അരിപ്പയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടെ കുഞ്ഞുങ്ങൾ പുറത്തു പോവില്ല, പക്ഷെ അവരെ കാഷ്ടവും ഈ വേസ്റ്റ് എല്ലാം ഇതിൽ കൂടെ പുറത്തേക്ക് വരും, തടസ്സില്ലാണ്ട് പൊക്കോളും. ഇനിയിപ്പോൾ 1 ഇഞ്ചിന് താഴെയുള്ള ചെറിയ വിരിഞ്ഞ് ഒരു 2 ആഴ്ച 3 ആഴ്ച ഒക്കെ ആയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ
അതിന് ചെയ്താണ് ഒരു സൂത്രം. കുറച്ച് എളുപ്പ വഴികൾ ചെയ്യണമെന്നാണ് എപ്പോഴും നമ്മൾ എളുപ്പ വഴികൾ നോക്കണം. അതിൻ്റെ മുകളിൽ ഒരു കൊതുകുപോലായ നെറ്റ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കാം. അപ്പം ഇതിലൂടെ അവരുടെ വേസ്റ്റ് ചെറിയ വേസ്റ്റ് ആയിരിക്കും, ചെറിയ കുഞ്ഞുങ്ങളുടെ വേസ്റ്റ് എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ അവരുടെ വേസ്റ്റ് ഇതിൽ കൂടെ കടക്കും ചെയ്യും, കുഞ്ഞുങ്ങൾ അതിൽ കൂടെ കടന്ന് പോവില്ല, തടഞ്ഞു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് സ്പീഡിൽ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പൊ നമ്മളെ ഗപ്പിയെ കാണുന്നു. ഗപ്പി എന്ന് പറഞ്ഞാൽ അത് പ്രസവിക്കുന്ന ഒരു മത്സ്യമാണ്. നേരെ കുറച്ച് ഫൈറ്ററിനെ കാണുമ്പോൾ നമ്മള് ഫൈറ്റർ മുട്ടയിടുന്ന മത്സ്യം. അപ്പോൾ അവരൊക്കെ പിന്നെ ചെറിയ മത്സ്യങ്ങളാണ്, ഒരുപാട് മുട്ടയിടുന്നുണ്ട്. ഒരു പ്രസവത്തിൽ അവർക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മുട്ടയിടുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ ഓസ്കാറിനെ സംബന്ധിച്ചിട്ട് ഇവരുടെ ഒരു പ്രജനന രീതി എങ്ങനെയാണ്? ഇതിന്റെ ഒരു ഓസ്കാർ എന്ന് പറയുന്ന മുട്ടയിടുന്ന ഒരു മത്സ്യമാണ്. മുട്ടയാണ് ഇടുക. അവരെപ്പോഴും അവരെ ഇട്ടുന്ന ടാങ്കിൽ ഒരു നല്ല സ്ഥലം നോക്കി വൃത്തിയാക്കി അവരതിലാണ് മുട്ടയിടുക. അപ്പം അങ്ങനെ ഇടുമ്പോൾ ഒരു വലിയ ടാങ്കിൽ അവർ പോയിട്ട് മുട്ടയിട്ടാൽ നമ്മൾക്ക് അതിനെ വിരിയിച്ചെടുക്കാനും അല്ലെങ്കിൽ അതിനെ നല്ല ശതമാനം കുഞ്ഞുങ്ങളെ നിന്ന് എടുക്കാനും ബുദ്ധിമുട്ടാണ്. ചില പേരുകൾ അത്ര വരെ കുഞ്ഞുങ്ങളെ നിന്ന് കെയർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യണ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ ടൈല് നിരത്തി വയ്ക്കും. ഓട്ട് കമ്പനികളിൽ മേടിക്കുന്ന മണ്ണിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈല് വെക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നത് ഒരു നാച്ചുറൽ ആയതുകൊണ്ടും പിന്നെ ഈ മീൻ താഴെ സിമെൻറ്റ് ടാങ്കിൻ്റെ താഴെയോ അല്ലെങ്കിൽ സൈഡ് വശങ്ങളിലോ ഒന്നും ഇടാതിരിക്കാനും. അങ്ങനെ ഇടണമെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലം നോക്കിയിട്ട് ഈ ടൈലിൽ കയറി അവർ മുട്ടയിടും. ഏകദേശം 1 വയസ്സ് മുതൽ 1.5 വയസ്സിന്റെ ഇടയിലാണ് ആദ്യമായിട്ട് ഒരു മുട്ടയിടുക. അത് ആദ്യം ബ്രീഡായി കിട്ടുന്ന പെയറുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് കുറവായിരിക്കും. കാരണം മീനിന്റെ സൈസും കുറവായി ആയിരിക്കുന്നതുകൊണ്ട് ഒരു 600 മുതൽ 1000, 1500 വരെയൊക്കെ കുഞ്ഞുങ്ങൾ മുട്ടയിടും. ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ഇയർ 2ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ, അതായത് ആദ്യത്തെ വർഷം മുട്ടയിട്ടു 2ാമത്തെ വർഷം മുട്ടയിടുന്ന ടൈം ആകുമ്പോൾ അവർ കുറച്ചും കൂടി സൈസിലൊക്കെ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ മുട്ടയിടുന്നത് 1000 മുതൽ 2000, 3000 വരെയൊക്കെ ആവും. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം ഇട്ട മീൻ ആദ്യത്തെ പ്രാവശ്യം, അതായത് പുതിയ പെയർ ആദ്യത്തെ പ്രാവശ്യം മുട്ടയിട്ടാൽ സ്വാഭാവികമായിട്ട് കുറച്ച് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. 1 മാസമോ 2 മാസമൊക്കെ വരെ ഗ്യാപ്പ് വരാറുണ്ട്, ചിലവ് ഗ്യാപ്പ് വരാറുണ്ട്. ഇനി അത് കുറച്ച് 1-2 തവണ കണ്ടിന്യൂ ഇട്ട മീനുകളാണെങ്കിൽ അവർ പിന്നെ 10 ദിവസം, 15 ദിവസം, 20 ദിവസം ആ ഗ്യാപ്പിനുള്ളിൽ അവർ മുട്ടയിടും. അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഇതിൽ തന്നെ 1000 കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? ഒരു 1000-1500 വരെ കിട്ടും. നമുക്കതിൽ 100%, അതായത് എല്ലാ അതിന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നമുക്ക് കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 1000, 800, 1000, അതിൽ കൂടുതൽ വരെ കിട്ടാറുണ്ട്. ഇതാണല്ലേ അവരെ മുട്ട? അതെ. അവര് ഒരു പുതിയ പെയർ 2ാമത്തെ പ്രാവശ്യം മുട്ടിയിട്ടാണ് തന്നത്. പ്രാവശ്യം മുട്ടയിട്ടതാണ്. അവര് ഒട്ടിച്ചു വെക്കും അതില്. അവരെ ആ മുട്ടയില് അങ്ങനെ ഒരു ദ്രവം ഉണ്ട് അതില്. ആ മണ്ണിന്റെ പരിവരത്ത പ്രതലത്തിൽ ഒട്ടി പിടിച്ചിരിക്കുക മുട്ടകള്. പച്ചവെള്ളത്തിൽ ഒരു മെത്തലിൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു മരുന്ന് അതിൽ ചേർത്തിട്ടുണ്ട്. അത് ഫംഗസ് പോലുള്ള ആ പ്രശ്നങ്ങള് മുട്ടേനെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മരുന്ന് ഉപയോഗിക്കുന്നത്. അതെ. അത് നമ്മൾ ഒഴിച്ച് അതിൽ കുറച്ച് ചേർത്തിട്ട് അതിന്റെ കളറാണ് നോക്കും. ഒരു ലൈറ്റ് ബ്ലൂ കളർ ആവണ വരെ അത് നമ്മൾ ചേർക്കും. ഇതിപ്പോ 2ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം അത് വിരിയും. അത് അതിന്റെ 3ാമത്തെ ദിവസം ഒരു 2.5 ദിവസം കഴിയുമ്പോഴേക്കും ആ മുട്ടയ്ക്ക് വാല് മുളയ്ക്കും. ആദ്യം വാലാണ് മുളയ്ക്കുക. അവരുടെ വാല് മുളച്ച് വാലിങ്ങനെ അനങ്ങി തുടങ്ങും. അതിനുശേഷം 3 ദിവസം തികയുമ്പോഴേക്കും അവര് ഈ ടൈലിൽ നിന്ന് കൊഴിഞ്ഞ് താഴ്ത്തേക്ക് വീഴും. താഴ്ത്തേക്ക് വരും. 2.5 തുടങ്ങി 3 ദിവസത്തിനുള്ളിൽ അവര് ടൈലിൽ നിന്ന് വേർപെട്ട് താഴെ ബക്കറ്റിന്റെ അടിഭാഗത്തേക്ക് വരും. അത് വന്നതിന് ശേഷം, അതായത് 3 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് കുഞ്ഞുങ്ങള് താഴെ വരും. അതിനുശേഷം ഞങ്ങൾ ടൈലയിൽ എടുത്ത് മാറ്റും. പക്ഷെ പിന്നെയും ഈ എയറേഷൻ കണ്ടിന്യൂ ചെയ്യും. മരുന്ന് വെള്ളത്തിൽ തന്നെ എയറേഷൻ കണ്ടിന്യൂ ചെയ്യും. 8 ദിവസം വരെ ഉള്ള ഭക്ഷണം ഈ വിരിഞ്ഞ കുഞ്ഞിന്റെ ബോഡിയിൽ ഉണ്ടാവും. നമുക്കിനി ഈ ഓസ്കാറിന്റെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന രീതി എങ്ങനെ നോക്കാം. അപ്പൊ അതും ആളുകൾക്ക് അറിയണല്ലോ എങ്ങനെയാണ് ഇതിനെ പരിചരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു പരിചരണം? അപ്പൊ നേരത്തെ നമ്മൾ മുട്ട കണ്ടു, അത് വിരിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ കുട്ടികൾ പുറത്തു വരും. അതിനുശേഷം എന്താ നിങ്ങൾ ചെയ്യുന്നത്? 8ാമത്തെ ദിവസം ഈ കുഞ്ഞുങ്ങളെ പൊന്തി മുകളിൽ വന്ന് നീന്തി തുടങ്ങും. ആ സമയത്ത് ആർട്ടീമിയ വിരിയിച്ച് ആ വിരിഞ്ഞ ആർട്ടീമിയയുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഓസ്കാറിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കും.
അതങ്ങനെ ഒരു 2 ആഴ്ച കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡീക്യാപ്പ് ചെയ്ത ആർട്ടിമിയ എപ്പോഴും അതിൻ്റെ പുറത്തൊരു തൊണ്ടുണ്ടാവും. അതിനെ തൊണ്ട് കളഞ്ഞ് ഒരു മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അത് ചെയ്ത് അങ്ങനെ തൊണ്ട് കളഞ്ഞ ആർട്ടിമിയനെ നമുക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്താൽ അവർ തിന്നും. അപ്പോൾ നമ്മൾ ഒരു തീറ്റയിൽ നിന്ന് മറ്റൊരു തീറ്റയിലേക്ക് സ്ലോവിലാണ് ചേഞ്ച് ചെയ്യുക. അതായത് അവരെ അത്യാവശ്യം വിശപ്പിന് വേണ്ടിയിട്ട് ആർട്ടിമിയെ വിരിയിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിരിയാത്ത ഡീക്യാപ്പ് കൊടുക്കും. അങ്ങനെ ചെയ്തത് വാങ്ങാണ് ചെയ്യണത്. ഇപ്പം അത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ക്യാപ്പുള്ള ആർട്ടിമിയെ മേടിച്ചിട്ട് അതിനെ ഡീക്യാപ്പ് ചെയ്ത് സ്വയം നമ്മൾ തന്നെ പരീക്ഷിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം. അങ്ങനെ ഡീക്യാപ്പ് തിന്നണ കുഞ്ഞുങ്ങളാണ് ഇവിടെ താഴെ കാണുന്നത്. ഇത് ഫയർ റെഡിന്റെ കുഞ്ഞുങ്ങളാണ്. ഒരു മീനിന്റെ കുഞ്ഞുങ്ങളാണത്. ഒറ്റ മീനിന്റെ കുഞ്ഞുങ്ങളാണ്. ടൈലിട്ട കുഞ്ഞുങ്ങളാണ്. വളരെ ചെറുതാണ്. ഇത് ഏകദേശം വിരിഞ്ഞ് ഒരു 3 ആഴ്ച ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന രീതി? എന്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി ആർട്ടിമിയയുടെ സ്റ്റേജ് കഴിയുമ്പോൾ പ്രിൻസ് വീൻ എന്ന് പറഞ്ഞിട്ടൊരു തീറ്റയുണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. കിലോത്തിന് 1000 രൂപ ഏകദേശം വിലയുണ്ട്. അത് കൊടുക്കും. പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി സൈസ് കുഞ്ഞുങ്ങൾ കയറി കഴിയുമ്പോൾ ഗ്രോവല് എന്ന് പറയുന്നൊരു ഫുഡുണ്ട്. അത് 100 രൂപ 110 രൂപ കിലോന് വില വരുന്നതാണ്. അതിൻ്റെ 0.6 അടുത്ത സ്റ്റേജ് 0.8 കൊടുക്കും. പിന്നെ അതുമാതിരി തന്നെ ന്യൂട്രില എന്ന് പറഞ്ഞൊരു ഫുഡ് വരുന്നുണ്ട്. അത് 0.8 അവൈലബിൾ ആണ്. അത് ഏകദേശം 200 കിലോന് വരും. അത് കൊടുക്കുക. അത് നല്ല ഗ്രോത്തുള്ള ഫുഡാണ്. പിന്നെ ഒരു 1.2 ഉണ്ട്. അതും കൊടുക്കും. ഇതാണ് നമ്മൾ ഓസ്കാറിൻ്റെ ഒരു 3 ഇഞ്ചൊക്കെ മുതൽ കൊടുക്കണ തീറ്റയാണ് ചെമ്മീൻ്റെ ചെറിയ സൈസാണ്. തെള്ളിച്ചെമ്മീൻ എന്ന് പറയുന്ന മോഡലാണിത്. ഇതാണ് 3 ഇഞ്ച് മുതൽ പിന്നെ വലിയവർക്ക് വരെ. ഇത് നമ്മൾ ഈ പിടിക്കുന്നവരെ ഇത് നേരിട്ട് കളക്ട് ചെയ്ത് തോട് ഒന്നും കളയില്ല. തല അടക്കമാണ് നമ്മൾ കൊടുക്കേണ്ടത്. തലയിലാണ് അതിന്റെ മെയിൻ പ്രോട്ടീൻ ഇരിക്കുന്നത്. കൊടുക്കും. ഇത് മാർക്കറ്റ് ചെയ്യണത് 1 ഇഞ്ച് സൈസിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെയാണ്. ഹോൾസെയിലേഴ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ 2 ഫാമുകളുണ്ട്. അവിടേക്ക് കൊണ്ടുപോകും. അത് 5000-10,000 ഒക്കെ വെച്ചിട്ടാണ് ഹോൾസെയിലേഴ്സ് കൊണ്ടുപോകുക. അവരതിനെ 4 ഇഞ്ച് സൈസാകും. ഇപ്പം ഞങ്ങളുടെ ഫാമുകളിൽ അതിന് 4 ഇഞ്ച് സൈസ് ആക്കിയിട്ടാണ്. ആ സൈസിലുള്ളതാണ് കേരളത്തിന് പുറത്തും നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കണ സൈസ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. നമ്മൾ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, കൽക്കട്ട വരെ നമ്മൾ അയക്കുന്നുണ്ട്. നമസ്കാരം. നമ്മൾ ഓസ്കാർ ഫിഷിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആൻഡ്രു ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ ചേട്ടനോട് ചെറിയ തിരക്ക് കൂടി വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഫിലിമിൽ കുറച്ച് ഇതാക്കിയിട്ട് പെട്ടെന്നൊരു അർജൻറ്റ് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ആൻഡ്രു ചേട്ടനോട് വിളിച്ച് ചോദിക്കണം. ഞാൻ നമ്പർ ഇതിൽ കൊടുക്കും. നമ്മളോട് അത്രയും സഹകരിച്ചിട്ടുണ്ട്. ചേട്ടനൊരു ഹോസ്പിറ്റൽ കേസിൻ്റെ വിഷയം വന്നതുകൊണ്ട് ചേട്ടൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തൽക്കാലത്തേക്ക് ഇത് ഫിലിം നിർത്തേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്നാലും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കണം. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും തരിക. നമ്മൾ വീഡിയോ കാണാം, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പോലെ എല്ലാവർക്കും ഒരു ഉപകാരമാവുന്ന രീതിയിൽ ആൻഡ്രു ചേട്ടനും കൂടി നമ്മുടെ ഈ വീഡിയോ ഉപകാരമാവണം. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ പറ്റുന്നത്ര മാക്സിമം കമൻറ്റ് ചെയ്യുക. ചേട്ടനെ വിളിക്കുക. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് വാങ്ങാം, അല്ലെങ്കിൽ പുള്ളി അയച്ചു തരും. എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും നൽകുക.